ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അമീൻ സർ. തീർച്ചയായിട്ടും മക്കൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും എൻ്റെ മക്കൾക്ക് അറിയാം, നാളെ തന്നെയാണ് ബയോളജിയും സോഷ്യൽ എക്സാമിനേഷനും. ഏറ്റവും കൂടുതൽ ചാപ്റ്റേഴ്സ് പഠിക്കാനുള്ള ചാപ്റ്ററുകൾ തന്നെയാണുള്ളത്. മക്കൾ ഒരു കാര്യമുണ്ട്, ഒരു ദിവസം കൊണ്ട് ഇത്രത്തോളം ചാപ്റ്റർ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുമോ വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാധ്യമല്ല എന്ന് പറയാം. പക്ഷേ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കൾ കിട്ടാൻ വേണ്ടി പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങളാണെന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. എൻ്റെ മക്കൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരുന്നോ? നിങ്ങൾക്ക് വേണ്ട ചോദ്യങ്ങൾ നമ്മൾ അടിപൊളിയാക്കുന്നു. മാത്രമല്ല മക്കൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ സ്കിപ്പ് അടിച്ചോളി, എന്നിട്ട് അറിയാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നോക്കി വെക്കുക. അതിന് ട്രിക്ക് കൂടി ഞാൻ ഇവിടെ പറഞ്ഞു തരുന്നുണ്ട്. മാത്രമല്ല വീഡിയോ ഇഷ്ടപ്പെട്ട് ഇപ്പോൾ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്താൽ എന്തായാലും എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ്. എല്ലാവരും കാണട്ടെ, എല്ലാവരും പഠിക്കട്ടെ, അടിപൊളിയാക്കി മാറ്റും നമുക്ക്. സോ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ്, ഏത് രീതിയിലേക്കാണ് പഠിക്കാൻ പറ്റുക എന്നുള്ളതാണ്. നമുക്കറിയാം നമ്മുടെ ചാപ്റ്ററിൽ ഏകദേശം ഇത്ര കാര്യങ്ങളാണ് നമുക്ക് എന്തുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തായാലും എക്സാമിന് ചോദിക്കുക എന്നുള്ള ഷുവർ ചാപ്റ്റേഴ്സ് ആണ്. പൊതുഭരണമുണ്ട്, സമരം സ്വാതന്ത്ര്യം ഉണ്ട്, ഈ കേരളം ആധുനികതയിലേക്കുണ്ട്, സംസ്കാരം ദേശീയതയുണ്ട്, സമൂഹശാസ്ത്രം എന്തിന്. ഈ ചാപ്റ്ററിൽ നിന്ന് എന്തായാലും ചോദ്യം വരും. മറ്റൊരു ഓർ ചാപ്റ്റർ ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ് ഇത്രയും ലോകത്തെ സ്വാതന്ത്ര്യ വിപ്ലവങ്ങൾ, ലോകം 20-ാം നൂറ്റാണ്ട്, ഈ കാര്യങ്ങൾ. ഇതെങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്, ഏതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ട കാര്യങ്ങൾ ഇന്ന് രാത്രി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മക്കൾ മറക്കേണ്ട, കൃത്യമായിട്ട് അങ്ങോട്ട് വന്നോ, അതിൽ കൃത്യമായിട്ട് പറഞ്ഞുതരും. ഒരു കാര്യമുണ്ട്, എന്തായാലും സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് നന്നായിട്ട് പഠിച്ചു വെക്കാം. സിവിക് കോൺഷ്യസ്നേക്കാൾ ഏറ്റവും ബെറ്റർ അതാണ് ഞാൻ പറയാറുള്ളത്. മൈ പേഴ്സണൽ ഒപ്പീനിയൻ കേട്ടോ, നിങ്ങൾക്ക് ഏത് ഇഷ്ടം എടുക്കാം, ആ രീതി തന്നെ പഠിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ നോക്കിയാലോ, എല്ലാ ചാപ്റ്റേഴ്സിനും തീർച്ചയായിട്ടും എല്ലാത്തിലും ഉണ്ട്. നമുക്ക് തന്നെ അറിയാം, ഞാൻ പറഞ്ഞ ഏറ്റവും കൂടുതൽ മാർക്കും ചോദിക്കുന്ന ഏകദേശം 8 മാർക്കിനോളം എക്സാമിൽ ചോദിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് ആണ്, രാഷ്ട്രമാണ്. മക്കൾ മനസ്സിലാക്കി വെക്കേണ്ടത്, ഇത് നിങ്ങൾക്ക് വരാൻ പോകുന്നത് 4 മാർക്കിന് 2 ചോദ്യങ്ങളാണ്. അപ്പം 4 മാർക്കിന് 2 ചോദ്യങ്ങൾ വരുന്നത് ഏതൊക്കെ ഭാഗത്തു നിന്നായിരിക്കും? ഈ 4 ഭാഗത്തു നിന്നായിരിക്കും. അത് സാർ കണ്ടെത്തിയെന്നു. അപ്പോൾ ഈ 4 ഭാഗവും എൻ്റെ മക്കൾ പഠിച്ചു പോവാം. എന്താണ് സ്റ്റേറ്റ് എന്ന് പഠിച്ചു വേണം. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഉറപ്പിച്ചോ, ഞാൻ റെഡ് കളറിൽ കൊടുത്തിട്ടുണ്ട്. ഫങ്ഷൻസ് ഓഫ് സ്റ്റേറ്റ്, എന്താണ് രാഷ്ട്ര രൂപീകരണത്തിൻ്റെ ഘടകങ്ങൾ, 2 ചുമതലകളുണ്ട്. ഫങ്ഷൻസ് ആണ്, ചുമതലകളുണ്ട്. ആ ചുമതലകൾ ഏതൊക്കെയാണ് രാഷ്ട്ര രൂപീകരണ സിദ്ധാന്തം, എന്തൊക്കെയാണ് സിറ്റിസൺഷിപ്പ്, ഇതെന്തായാലും പഠിച്ചു വെക്കണം. എന്തായാലും ഉറപ്പാണ് എൻ്റെ മക്കൾക്ക് ഒരു ചോദ്യം ഈ രീതിയിലായിരിക്കും ചോദിക്കുക. നാളത്തെ എക്സാം പേപ്പറിൽ നിങ്ങൾ പോകുമ്പോൾ മോഡൽ എക്സാമിന് കാണാൻ പോകുന്ന ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടോ, മെൻഷൻ ദ ഒബ്ലിഗേറ്ററി ഫങ്ഷൻസ് ഓഫ് സ്റ്റേറ്റ്, രാഷ്ട്രത്തിന് നിർബന്ധിത ചുമതലകൾ വിശദമാക്കുക. ഏതെങ്കിലും ഒരു ചുമതല നാളത്തെ എക്സാമിനേഷൻ നിങ്ങൾ ചോദിക്കും. അപ്പം ഏതൊക്കെയാണ് നിർബന്ധിത ചുമതല നോക്കാം. അപ്പം മനസ്സിലാക്കി വെക്കേണ്ടത്, നിർബന്ധിത ചുമതല പറഞ്ഞാൽ എന്താണ്, ഒരു ഫംഗ്ഷനാണ്. അങ്ങനത്തെ എത്ര ഫങ്ഷൻസ് ഉണ്ട്? ഒന്ന് ഒബ്ലിഗേറ്ററി ഉണ്ട്, അതേപോലെ ഡിസ്ക്രിഷണറി ഉണ്ട്. ഇത് 2 നമുക്ക് പഠിച്ചു വെക്കണം. ഒന്ന് ഒബ്ലിഗേറ്ററി ഉണ്ട്, ഡിസ്ക്രിഷണറി ഉണ്ട്. ഏതെങ്കിലും ഒന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. രാഷ്ട്രത്തിന് ഒരുപാട് ചുമതലകളുണ്ട്. അതിൽ ഒബ്ലിഗേറ്ററി ആണ് എന്താ മക്കളെ, നിർബന്ധമാണ്, നിർബന്ധ ചുമതലയാണ്, നിർബന്ധമായിട്ട് കൊടുക്കേണ്ട ചുമതലയാണ്, നിർബന്ധമായിട്ടും കൊടുക്കേണ്ട ചുമതലയാണ് ഒബ്ലിഗേറ്ററി ഫങ്ഷൻസ്. അഥവാ വിച്ച് കനോട്ട് ബി ഡിനൈഡ് ടു ആ പേഴ്സൺ അറ്റ് എനി കോസ്റ്റ് അറ്റ് എനി ടൈം. ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിനൈൻ ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ റൈറ്റുകളാണ് പ്രൊട്ടക്ഷൻ ഓഫ് ബൗണ്ടറി, അതിർത്തി സംരക്ഷണം, മെയിൻറ്റെയിൻ ഇന്റേണൽ ലോ, ആഭ്യന്തര സമാധാനം, പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്, അവകാശ സംരക്ഷണം, ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ജസ്റ്റിസ്, നീതി നടപ്പാക്കൽ. ഇതാണെന്ത്, നിർബന്ധിത ചുമതലകൾ. ഇത് നിർബന്ധം. അപ്പോൾ ഈ പോയിന്റുകൾ എൻ്റെ മക്കൾ മൈൻഡിലേക്ക് ജസ്റ്റ് കാണാതെ നിൽക്കില്ല, ജസ്റ്റ് വായിക്കുക മാത്രം ഉണ്ടാവും. ഇത് മൈൻഡിലേക്ക് നിൽക്കാൻ എന്ത് ചെയ്യുക, ഞാൻ ജസ്റ്റ് ഒരു ചിത്രം വരച്ചേക്കേ, ഞാൻ ജസ്റ്റ് ഒരു ചിത്രം വരയ്ക്കാം. ചിത്രം വരയ്ക്കുമ്പോൾ നിങ്ങളുടെ ഇതെന്ത് ചിത്രം വരച്ചാൽ കിട്ടുമോ എന്നൊക്കെ ആലോചിക്കണ്ടോ? കിട്ടും. നോക്കിയോളേ, ഇതിനെങ്ങനെ മാറ്റാൻ നോക്കട്ടെ, ഇതിലേക്ക് ആക്കട്ടോ. നോക്കിയോളേ, റൈറ്റിന് 6 തന്നെ റൈറ്റാണ്. റൈറ്റിന് പ്രൊട്ടക്ഷൻ കിട്ടണമെങ്കിൽ കൃത്യമായിട്ട് എന്ത് വേണം, ബൗണ്ടറി വേണം. അപ്പോൾ ഇത്രയും വലിയ ബൗണ്ടറി വേണം, ചെറിയ ബൗണ്ടറി നമുക്ക് നമുക്ക് ചെറിയ ബൗണ്ടറി വയ്ക്കാം. ഓക്കെ, റൈറ്റിന് പ്രൊട്ടക്ഷൻ കിട്ടണമെങ്കിൽ കൃത്യമായിട്ട് എന്ത് വേണം, ഒരു ബൗണ്ടറി വേണം. അപ്പോൾ ആ റൈറ്റിന് പ്രൊട്ടക്ഷൻ കൃത്യമായിട്ട് ബൗണ്ടറി വേണം. ബൗണ്ടറിൻ്റെ ഉള്ളപ്പോൾ എന്ത് പീസ് ഉണ്ടാവും, ഇൻറ്റേർണൽ പീസ്. അതിനുള്ളിൽ ഇൻറ്റേർണൽ പീസ് ഉണ്ടാവും. അപ്പോൾ എന്ത് ഉറപ്പാക്കാൻ പറ്റും, ജസ്റ്റിസ് ഉറപ്പാക്കാൻ പറ്റും. കണ്ടോ, ഈ പോയിന്റുകൾ അഥവാ നോക്കിക്കോളിട്ടോ, ഈ പോയിന്റുകളെല്ലാം ഇതിലേക്ക് എന്ത് ചെയ്ത് നമ്മൾ ഷോർട്ടാക്കി. റൈറ്റിന് പ്രൊട്ടക്ഷൻ കൊടുക്കണമെങ്കിൽ കൃത്യമായിട്ട് ബൗണ്ടറി വേണം. അപ്പോൾ എന്ത് പീസ് ഉണ്ടാവും, ഉള്ളിലാണ് ഇൻറ്റേർണൽ പീസ് ഉണ്ടാവും. അപ്പോൾ എന്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, ഇംപ്ലിമെൻറ്റ് ജസ്റ്റിസ്. മലയാളത്തിൽ എന്ത് ചെയ്താൽ മതി, റൈറ്റിന് വരെ ആന്ന് കൊടുക്കാം. അവകാശ സംരക്ഷണം കൊടുക്കാൻ കൃത്യമായിട്ട് എന്ത് വേണം, അതിർത്തി വേണം. അപ്പോൾ എന്തുണ്ടാവും, ആഭ്യന്തര സമാധാനം ഉണ്ടാവും. അപ്പോൾ എന്ത് ഉറപ്പാക്കാൻ പറ്റും, നീതി ഉറപ്പാക്കാൻ പറ്റും. ഈ രീതി തന്നെ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെക്കുക, ഒന്ന് കണക്ട് ചെയ്ത് വെക്കാം. ഇതാണ് നിർബന്ധിത ചുമതല. എക്സാം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ രാജ്യത്ത് നിർബന്ധിത ചുമതല ഇല്ലാത്ത ചുമതലകളുണ്ട്. അങ്ങനത്തെ ചുമതല വിളിക്കുന്ന പേരാണോ ഒന്ന് മക്കൾ കമൻറ്റ് ചെയ്യാൻ പറ്റുമോ? എന്താണ് കമൻറ്റ്? ഡിസ്ക്രിഷണറി ഫങ്ഷൻസ്, വിവേചനപരമായ ചുമതലകൾ. അതിൽ വരുന്നതാണ് പ്രൊട്ടക്ഷൻ ഓഫ് ഹെൽത്ത്, പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ്, ഇംപ്ലിമെൻറ്റ് വെൽഫെയർ ഓഫ് പ്രോഗ്രാംസ്, പ്രൊവൈഡ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാധനങ്ങൾ എടുക്കാം. ഒന്ന് എന്ത് ചെയ്യണം, ഹെൽത്ത് പ്രൊട്ടക്ട് ചെയ്യണം, എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ് ഒരുക്കണം, വെൽഫെയർ പ്രോഗ്രാംസ് നടപ്പിലാക്കണം, ട്രാൻസ്പോർട്ടേഷൻ കൊണ്ടുവരണം. ആ പോയിന്റ്സ് മാത്രം എടുത്തിട്ട് എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെക്കുക. ഒന്ന് ഹെൽത്ത്,
ഒന്ന് ഹെൽത്ത് ഉണ്ട്, അതേപോലെ എഡ്യൂക്കേഷൻ ഉണ്ട്. ഹെൽത്ത്, എഡ്യൂക്കേഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ. എന്തും കൊടുക്കട്ടെ, നിങ്ങൾക്ക് പ്രൊവൈഡ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പ്രൊവൈഡ് ആക്കാം, ഇംപ്ലിമെൻ്റ് ആക്കാം, ഇംപ്ലിമെൻ്റ് ഹെൽത്ത് പ്രൊട്ടക്ഷൻ ഓഫ് ഹെൽത്ത് ആക്കാം, ഇംപ്ലിമെൻ്റ് എഡ്യൂക്കേഷൻ കൊടുക്കാം, എന്ത് ചെയ്യാം കേട്ടോ. ഇതൊക്കെ ചെയ്യുമ്പോൾ എന്ത് ഉറപ്പാക്കാൻ പറ്റുള്ളൂ? വെൽഫെയർ ഉറപ്പാക്കാൻ പറ്റുള്ളൂ. ഈ പോയിന്റ് പഠിച്ചു വെക്കുക. ഈ പോയിന്റിലേക്ക് എന്ത് ചെയ്യേണ്ട മക്കൾ കണക്ട് ചെയ്യുക കേട്ടോ. അപ്പം ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, വെൽഫെയർ, ബാക്കി നിങ്ങൾ എന്ത് ചെയ്യുക? കണക്ട് ചെയ്ത് പഠിക്കുക. ഇതാണ് വിവേചനപരമായ ചുമതല. ഇതിൽ ഏതെങ്കിലും ഒന്ന് എൻ്റെ മക്കൾക്ക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അതേപോലെ അടുത്തൊരു ചോദ്യമാണ് ഈ ചാപ്റ്ററിന് ചോദിക്കാൻ ചാൻസുകളാണ്. വാട്ട് ആർ ദ 2 ടൈപ്പ് ഓഫ് സിറ്റിസൺഷിപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കും. മക്കൾ അങ്ങനെ ചോദ്യം വന്നാൽ മനസ്സിലാക്കി വെക്കുക. എന്താണ് സിറ്റിസൺഷിപ്പ്? മനസ്സിലാക്കി വെക്കുക. സിറ്റിസൺഷിപ്പ് ഈസ് ദ ഫുൾ ആൻഡ് ഈക്വൽ മെമ്പർഷിപ്പ് ഓഫ് എ നാഷൻ. ഒരു രാജ്യത്തെ പൂർണ്ണവും തുല്യമായുള്ള അംഗത്വത്തെയാണ് എന്ത് ചെയ്യുക? സിറ്റിസൺഷിപ്പ് എന്ന് പറയുക. ദാറ്റ്സ് എ 2 ടൈപ്പ്. ഒന്ന് നമ്മൾ നാച്ചുറൽ സിറ്റിസൺഷിപ്പ് എന്ന് വിളിക്കും, മറ്റേ നമ്മൾ വിളിക്കും അക്വയർഡ് സിറ്റിസൺഷിപ്പ് വിളിക്കും. ഒന്ന് സ്വാഭാവിക പൗരത്വമാണ്, ഒന്നെന്താണ് ആർജിത പൗരത്വമാണ്. എന്ത് ചെയ്യുക? എൻ്റെ മക്കൾ മനസ്സിലാക്കി വെക്കാം. അഥവാ നാച്ചുറൽ സിറ്റിസൺഷിപ്പിനെ പറ്റുന്ന ബൈ ബർത്തിലൂടെ, നമ്മൾ ജനിച്ചതോടെ ജനനത്തിലൂടെ കിട്ടുന്നതാണ്, ബൈ ബർത്തിലൂടെ കിട്ടുന്നതാണ് നാച്ചുറൽ സിറ്റിസൺഷിപ്പ്. ബട്ട് അക്വയർഡ് സിറ്റിസൺഷിപ്പ് എങ്ങനെയാണ്? ബൈ ദ ലോ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്നതാണ് അക്വയർഡ് സിറ്റിസൺഷിപ്പ്. എന്ന് എന്ത് ചെയ്യുക? എൻ്റെ മക്കൾ മനസ്സിലാക്കി വെക്കുക. ഇത് എൻ്റെ മക്കൾ എക്സാം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 2 ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞാൽ ഇത് 2 നന്നായിട്ട് എൻ്റെ മക്കൾ പഠിച്ചു വെക്കാം. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ചാപ്റ്റർ ചോദിക്കാൻ ചാൻസിലാണ് ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇത്രത്തോളം കിടക്കും. കാരണം അതിൽ നിന്ന് 4 മാർക്കിന് എത്രയോ ചോദ്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ രീതിയിൽ പഠിച്ചു വെക്കുക. ഇത് തന്നെ എൻ്റെ മൈൻഡിൽ പറയുന്നു ഈ പ്രാവശ്യം ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് പ്രോഗ്രസ് ഓഫ് എക്കണോമിക് സെക്ടറോ അല്ലെങ്കിൽ പഞ്ചശീൽ പ്രിൻസിപ്പിൾസോ 2 പഠിച്ചു വെക്കണം. എക്സാം ടഫ് ആവുകയാണെങ്കിൽ എൻ്റെ മക്കൾ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് സ്പേസ്. അപ്പോൾ ഓരോ ചാപ്റ്ററിൽ ഞാൻ ഇതേപോലെ പറയട്ടോ. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ മക്കൾ കാണാൻ അടിപൊളിയാക്കി മാറ്റാം. സോ ഇത് നമുക്ക് ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എടുക്കുകയാണെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എങ്ങനെയൊക്കെ വരും നോക്കി. ഇതൊക്കെ ഒരു തവണ ചോദിച്ച ചോദ്യങ്ങളാണ്. ഞാൻ നോക്കിയപ്പോൾ കിട്ടിയതാണ്. കണ്ടല്ലോ, ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ മുഖ്യശില്പി ആര്? വിദേശ നയത്തിന് ഏതെങ്കിലും 2 തത്വങ്ങൾ എഴുതുക. ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ 3 പ്രധാന തത്വങ്ങൾ. എല്ലാ ചോദ്യത്തിലും ഒരേ സാധനമാണ് ചോദിക്കുന്നത്. എന്താണ് വിദേശ നയം? എന്താണ് വിദേശ നയം? എന്താണ് ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങൾ? വിദേശ നയം, ഫോറിൻ പോളിസി എൻ്റെ മക്കൾക്ക് എക്സാം ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഫോറിൻ പോളിസി പറഞ്ഞാൽ ജവഹർലാൽ നെഹ്റു ഉണ്ടാക്കിയതാണ്. ബാക്കിയുള്ള രാജ്യങ്ങളുമായിട്ടുണ്ടാകുന്ന ഫോറിൻ ആയിട്ടുള്ള അലയൻസ് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. ആ പ്രധാന തത്വങ്ങളാണ് ഇവിടെ കിടക്കുന്നത്. ഇതെൻ്റെ മക്കൾ പഠിച്ചു വെക്കണം. ഇത്രയും പോയിന്റ്സ് ഉണ്ട്. ഇതെൻ്റെ മക്കളെ മൈൻഡിലേക്ക് എത്തണം. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. നിങ്ങൾ വായിച്ചു നോക്കി. ഒന്ന് പോസ് ചെയ്യുക. എന്നിട്ടൊന്ന് വായിച്ചു നോക്കി. വായിച്ചു എൻ്റെ മക്കളെ കിട്ടുന്നുണ്ടോ? ചില പോയിന്റ്സ് ഒക്കെ എൻ്റെ മക്കൾ കിട്ടുന്നുണ്ടാവും, ചില പോയിന്റ്സ് എൻ്റെ മക്കൾ കിട്ടുന്നുണ്ടാവും, ചില പോയിന്റ്സ് എൻ്റെ മക്കൾ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ടാവും? മറന്നു പോകാൻ ചാൻസ് കൂടുതലുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഈ പോയിന്റ്സ് എൻ്റെ മക്കൾ പഠിക്കണം. അതിന് ഏറ്റവും കൂടുതൽ ഞാൻ ഐഡിയ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പോയിന്റ് ഈ രീതിയിലേക്കൊന്ന് മാറ്റാം. ഈ രീതിയിലേക്ക് മാറ്റുമ്പോൾ എൻ്റെ മക്കൾ ഒന്നുകൂടി എന്ത് ചെയ്യും? സിമ്പിളായിട്ട് മാറും. ഞാൻ ഇതൊരു കഥയിലൂടെ മാറ്റട്ടെ. നിങ്ങൾ ജസ്റ്റ് ആലോചിച്ച് വെക്കുക. ഏട്ടായിനോടുള്ള പ്രേമം ഒന്ന് ആലോചിക്കുക കേട്ടോ. നിങ്ങൾ ഏട്ടായിനോട് നമുക്ക് ജസ്റ്റ് കഥയിലൂടെ മനസ്സിലാക്കി വെക്കാം കേട്ടോ. നോക്കിയോളി, നിങ്ങൾക്ക് ഏട്ടായിനോട് ഇഷ്ടം ഉണ്ടായി കഴിഞ്ഞ് വീട്ടിൽ പിടിച്ചാൽ ആദ്യം ഉണ്ടാകുന്ന സംബന്ധം അറിയോ? നിങ്ങളെ അമ്മയും എന്ത് ചെയ്യും? ചേരിയായിട്ട് 2 ചേരിയായിട്ട് മാറും. പിന്നെ അമ്മ പറഞ്ഞ എല്ലാ കാര്യത്തിനും എതിർപ്പേക്കും. അമ്മ പറഞ്ഞ എന്തിനോടൊക്കെ? സാമ്രാജ്യത്വത്തോട്, വംശവാദത്തോട്, കൊളോണിയലിസത്തോട്. നമുക്ക് ആരോട് മാത്രമേ വിശ്വാസം ഉണ്ടാവുള്ളൂ? നമ്മളെ ആയിട്ടുള്ള UN മാത്രമേ ഉണ്ടാവുള്ളൂ. UN അടുത്ത് പോകുമ്പോൾ എന്തുണ്ടാവും? സമാധാനപരമായ സാമർത്ഥ്യത ഉണ്ടാവും. മാത്രമല്ല വിദേശത്തേക്ക് പോകുന്നൊരു തോന്നലുണ്ടാവും. പിന്നെ എന്തുണ്ടാക്കും? നമ്മൾ തമ്മിലുള്ള തത്വം വരെ എന്ത് ചെയ്യും? കൃത്യമായിട്ട് ഉണ്ടാക്കി മാറ്റും. കഥ കിട്ടിയോ? കഥ ഒന്നുകൂടി ആലോചിച്ച കേട്ടോ. അത് നമ്മളെ അച്ഛനും അമ്മയും ആദ്യം പ്രശ്നം ഉണ്ടായി, നമ്മൾ 2 അലൈൻമെൻ്റ് ആയിട്ട് മാറും. അലൈൻമെൻ്റ് മാറിയ അച്ഛൻ പറഞ്ഞ എല്ലാ കാലത്തും റെസിസ്റ്റൻസ് ചെയ്യും. കൊളോണിയലിസം, ഇംപീരിയലിസം, റേസിസം. ആരോട് മാത്രം ട്രസ്റ്റ് ഉണ്ടാവുക? UN മാത്രമാണ് ട്രസ്റ്റ് ഉണ്ടാവുക. അവിടെ പോയി എന്തിനാ? പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് ഉണ്ടാവും. പഞ്ചശീൽ പ്രിൻസിപ്പിൾസ് എന്ത് ചെയ്യും? അവിടെ വർക്കൗട്ട് ആവും. അപ്പോൾ റെഡി ആണല്ലോ. ഇതാണ് കേട്ടോ. പോളിസി ഓഫ് നോൺ അലൈൻമെൻറ്റ്, റെസിസ്റ്റൻസ് കൊളോണിയലിസം ഒരു പോയിന്റ് ആക്കുക, റെസിസ്റ്റൻസ് ഇംപീരിയലിസം ഒരു പോയിന്റ് ആക്കുക, റെസിസ്റ്റൻസ് റേസിസം ഒരു പോയിന്റ് ആക്കുക, ട്രസ്റ്റ് ഇൻ UNO യുണൈറ്റഡ് നാഷണൽ ഓർഗനൈസേഷൻ, പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് എഴുതാം. പഞ്ചശീൽ പ്രിൻസിപ്പിൾസ്. കണ്ടോ? ഈ രീതിയിലേക്ക് എൻ്റെ മക്കൾ പഠിച്ചു വെക്കാം. ഇതേപോലെ ഈ ചോദ്യം വരുന്നതാണെങ്കിൽ എൻ്റെ മക്കളെ കഥ ആലോചിക്കട്ടെ. ഏട്ടായിൻ്റെ കഥ ഒന്ന് ആലോചിച്ച് വെക്കുക. എന്നാൽ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യും? പറ്റാൻ പറ്റും. റെഡി ആണല്ലോ. സോ ഈ പോയിന്റ്സ് ഞാൻ ഒന്നും കാണിക്കാനില്ല. പോളിസി ഓഫ് നോൺ അലൈൻമെൻറ്റ്, റെസിസ്റ്റൻസ് കൊളോണിയലിസം, ഇംപീരിയലിസം, ട്രസ്റ്റ് ഇൻ UNO, പീസ്ഫുൾ കോ. ഞാൻ ഒരു പോയിന്റ് കുറച്ചിട്ടില്ല. ആ രീതിയിൽ തന്നെ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. എക്സാം ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു, അതേപോലെ മക്കൾക്ക് അത് അല്ലെങ്കിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ഫോറിൻ പോളിസി. അല്ലെങ്കിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചാൻസ് ഉണ്ട്. ലിസ്റ്റ് ഔട്ട് എനി 4 പ്രിൻസിപ്പിൾസ് ഓഫ് പഞ്ചശീൽ അഗ്രിമെന്റ് ഡിസൈനഡ് ബൈ ഇന്ത്യ ആൻഡ് ചൈന. ഇന്ത്യയും ചൈനയും തമ്മിൽ ഉണ്ടാക്കിയ പഞ്ചശീൽ ഏതെങ്കിലും തത്വങ്ങൾ എഴുതാൻ വേണ്ടി ചോദിക്കും. അത് ആദ്യം മനസ്സിലാക്കി വെക്കുക. ഇന്ത്യയും ചൈനയാണ് 1954 ഇത് ഉണ്ടാക്കുന്നത്. നെഹ്റു ആണ് ഇന്ത്യയിൽ ഒപ്പിട്ടത്. ചൈനയിൽ ഒപ്പിട്ടത് ആരാണ്? ചൗ ഇൻ ലായ് ആണെന്ന് മനസ്സിലാക്കി വെക്കാം. കാരണം ഒരു തവണ 1 മാർക്കും ചോദിച്ചിട്ടുണ്ട് ചൗ ഇൻ ലായ് ആരാന്നുള്ളത്. അത് എൻ്റെ മക്കൾ കൃത്യമായിട്ട് നീളം മനസ്സിലാക്കി വെക്കണം. അതാണ് ഈ പോയിന്റുകൾ. ഈ പോയിന്റുകൾ പഠിക്കാൻ ഷോർട്ട് കട്ട് ഉണ്ട്. ഇന്ന് 7 മണിക്ക് ലൈവ് ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ ലൈവ് നടക്കുന്നുണ്ടാവും. 1 മണി 2 മണി രാത്രി പോകും ഉറപ്പാണ്. അല്ലെങ്കിൽ വീഡിയോ കാണാം. അതൊന്നും എടുത്ത് കാണട്ടോ. അതിൽ ഇതിൻ്റെ ഷോർട്ടൊക്കെ നമ്മൾ പറയുന്നുണ്ട്. സിമ്പിളാക്കി
മനസ്സിലാക്കുക. ഇതിൽ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞ പോയിന്റ്സ് മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ അണ്ടർലൈൻ ചെയ്യുക. അത് കൃത്യമായിട്ട് മക്കളെ നീ ഒന്ന് ജസ്റ്റ് പഠിച്ചു വെക്കാം. ഒന്ന് നോക്കട്ടോ. പിന്നെ മ്യൂച്വൽ റെസ്പെക്റ്റ് വേണം, മ്യൂച്വൽ നോൺ അഗ്രേഷൻ ആണ്, മ്യൂച്വൽ നോൺ ഇൻ്റർഫറൻസ് ആണ്, ഇക്വാലിറ്റി ആൻഡ് കോപ്പറേഷൻ ഫോർ മ്യൂച്വൽ ബെനിഫിറ്റ് ആണ്, പീസ്ഫുൾ കോഎക്സിസ്റ്റൻസ് ആണ്. ആ രീതിയിലേക്ക് മാറ്റാം. സിമ്പിളായിട്ട് ഒന്നൊരു കറക്റ്റ് തരാം. നമ്മൾ ഒരു രാജ്യത്ത് പഞ്ചശീൽ പ്രിൻസിപ്പിൾസ് പറഞ്ഞാൽ അവർ തമ്മിലുള്ള തത്വങ്ങളാണ്. അപ്പം രണ്ട് രാജ്യങ്ങൾ തമ്മിൽ, ഇന്ത്യയും ചൈനയും തമ്മിൽ തത്വങ്ങൾ ഉണ്ടാക്കി. ഈ ഇന്ത്യയും ചൈനയും നിങ്ങൾ എന്താ ചെയ്യാറോ, നിങ്ങൾ ഭർത്താവും ഭാര്യ ആക്കി എടുക്കുക, നിങ്ങൾ അച്ഛനും അമ്മയും എടുക്കുക. അച്ഛനും അമ്മയും എങ്ങനെ ഉണ്ടാകണം, മ്യൂച്വൽ റെസ്പെക്റ്റേക്കും മ്യൂച്വൽ രണ്ടാൾ തല്ലിടുക, മ്യൂച്വൽ നോൺ അഗ്രേഷനേക്കും, മാത്രമല്ല മ്യൂച്വൽ നോൺ ഇൻ്റർഫറൻസ് ഈച്ച് അതർ, രണ്ടാൾ ആഭ്യന്തര കാര്യങ്ങളൊക്കെ ഇടപെടും, നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഇടപെടും. മാത്രമല്ല ഇവർ രണ്ടാൾ എങ്ങനെയാണ് ഇക്വാലിറ്റി കോപ്പറേഷൻ, ഒരാൾ എന്ത് ചെയ്യും നല്ല രീതിയിൽ എന്ത് ചെയ്യും ബഹുമാനിക്ക്, ഒരാൾ നന്നായിട്ട് സാലറി ഉണ്ടാവും, ഒരാൾ നല്ലോണം നോക്കണം. അപ്പം അതായത് ഇക്വാലിറ്റി ആൻഡ് കോപ്പറേഷൻ ഉണ്ടാവും. മാത്രമല്ല അവിടെ എന്തുണ്ടാവും, പീസ്ഫുൾ കോഎക്സിസ്റ്റൻസ് ഉണ്ടാവും. അങ്ങനെ ആലോചിക്കി നമ്മളെല്ലാം നമ്മളെ ജീവിതത്തിലെ കഥകളിലായിട്ട് ആലോചിച്ചാൽ സിമ്പിളാണ്. അപ്പോൾ പഞ്ചശീലത്വം കിട്ടാൽ വീട്ടിലെ അച്ഛനും അമ്മയും ആലോചിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ആ രീതിയിൽ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, പരസ്പരം ബഹുമാനിക്കുക, പരസ്പരം ആക്രമിക്കാതിരിക്കുക. ആ രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, എൻ്റെ മക്കളൊന്ന് പഠിച്ചു വെക്കുക, ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. സോ 2 ചാപ്റ്റർ കഴിഞ്ഞു. ഇനി അടുത്തതാണ് ഇതിൽ ചോദിക്കാൻ പൗരബോധം. 8 മാർക്കും ചോദിക്കുന്ന അടുത്ത ചാപ്റ്റർ തന്നെയാണ് പൗരബോധം. അതിൽ എന്തായാലും എൻ്റെ മക്കൾ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മാർച്ച് 19 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, പൗരബോധം നേരിടുന്ന വെല്ലുവിളി എങ്ങനെ തരണം ചെയ്യാം, ഹൗ ക്യാൻ വി ഓവർകം ദ ചലഞ്ചസ് ഫേസ്ഡ് ബൈ ദ സിവിക് കോൺഷ്യസ്നസ്. ഈ പോയിന്റ്സ് തന്നെ പഠിച്ചു വെക്കാം. നോക്കിയോട്ടോ, ഒന്ന് ആക്ട് ഡെമോക്രാറ്റിക്കലി ആൻഡ് ടോറബിളി, അത് ഓരോരുത്തരും അവരവരുടെ പ്രവർത്തനങ്ങൾ വിമർശനമായി വിലയിരുത്തുക. ഡോണ്ട് സ്റ്റാൻഡ് അഗെയിൻസ്റ്റ് ദ പബ്ലിക് ഇൻട്രസ്റ്റ്, പൊതു താല്പര്യങ്ങൾ അനിക്കാതെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, പരിശ്രമിക്കുക. മാത്രമല്ല ഗിവ് ഈക്വൽ ഇമ്പോർട്ടൻസ് ബോത്ത് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്, മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന മാറ്റങ്ങൾ നമ്മളിൽ നിന്ന് തുടങ്ങുക. അതേപോലെ തന്നെ ബി ദ ചേഞ്ച് വിച്ച് യു എക്സ്പെക്ട് ഫ്രം അതേഴ്സ്, ജനാധിപത്യത്തിനും സാഹിത്യത്തിനും അനുസരിതമായി എന്ത് ചെയ്യുക, പ്രതിക. യു ഷുഡ് ഇവാലുവേറ്റ് ദ ആക്ടിവിറ്റീസ് ക്രിട്ടിക്കലി, ആവശ്യങ്ങൾക്കും ചുമതലകൾക്കും തുല്യ പരിഗണനകൾ എന്ത് ചെയ്യുക, നൽകുക. ഈ ചോദ്യത്തിന് ആൻസർ എന്ത് ചെയ്യുന്ന എൻ്റെ മക്കളൊന്ന് പഠിച്ചു വെക്കണം. ഇനി ഇതാ അടുത്ത ചാപ്റ്റർ, സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം എന്ന ചാപ്റ്റർ. 4 മാർക്കിൻ്റെ ആവശ്യത്തോളം 4 മാർക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉള്ള 6 മാർക്കോളം ചോദിക്കുന്ന ചാപ്റ്റർ ആണ്. ഇതിൽ പ്രധാനമായിട്ടും പഠിക്കേണ്ട ഈ കാര്യങ്ങളാണ്. ഒന്ന് ഏർലി സ്ട്രഗിൾസ് ഓഫ് ഗാന്ധിജി പഠിക്കണം, റൗലറ്റ് ആക്ട് എന്താ പഠിക്കണം, നാഷണൽ മൂവ്മെന്റ്സ് എന്താ പഠിക്കണം, ആൾട്ടർനേറ്റീവ് പാർട്സ് എന്താ പഠിക്കണം. അഥവാ ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ എന്താണ്, റൗലറ്റ് നിയമം എന്താണ്, ദേശീയ സമരങ്ങൾ എന്താണ്, വേറിട്ട പാതകൾ. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം എൻ്റെ മക്കൾ ഈ ചാപ്റ്ററിൽ പഠിച്ചേച്ച് വെക്കണം. നമുക്കറിയാം ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നത് ഏത് തന്നെയാണ്, നാഷണൽ മൂവ്മെന്റ് ആണ്. ഏതെങ്കിലും നാഷണൽ മൂവ്മെന്റ് എൻ്റെ മക്കൾ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ഇത് മനസ്സിലാക്കി വെക്കാം. നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് നടക്കുന്നത് 1920 നാഗ്പൂർ സെക്ഷനിൽ വെച്ചിട്ടാണ്. അതാണ് എങ്ങനെ പഠിച്ചു വെക്കട്ടോ. നാഗ്പൂർ സെക്ഷനിൽ വെച്ചിട്ടാണ്. അയ്യോ കട്ടി കൂട്ടു അമീൻ സാറേ കട്ടി നാഗ്പൂർ സെക്ഷനിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, 1920 ഖിലാഫത്ത് മൂവ്മെന്റ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1929 ലാഹോർ പൂർണ്ണ സ്വരാജ്യം സിവിൽ ഡിസോബീഡിയൻ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1942 മുംബൈയിലാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ മക്കളെ മൈൻഡിലേക്ക് എന്ത് ചെയ്യുക, ഒന്ന് കൊണ്ടുവരിക. ഇതിലൊരു വട്ടം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാൻ ഈ പ്രാവശ്യം കൂടുതൽ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് പറഞ്ഞത്. വാട്ട് വർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, റൈറ്റ് അബൌട്ട് ദ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസ് അസോസിയേറ്റഡ് വിത്ത് മൂവ്മെന്റ്സ്. അപ്പോൾ നിസ്സഹകരണ സമരത്തിൻ്റെ സവിശേഷത ചോദിക്കും. നിസ്സഹകരണം ആദ്യ സമരത്തിൻ്റെ സവിശേഷത എന്ന് നിങ്ങൾ ഒരു ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ടെങ്കിൽ, ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗാന്ധിജി പറഞ്ഞത് തന്നെയാണ് എല്ലാ സമരത്തിൻ്റെയും സവിശേഷത. സോ ഗാന്ധിജി പറഞ്ഞത് എന്താണോ അതെന്ത് ചെയ്യുക, എൻ്റെ മക്കൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. ആ സമരത്തിൽ ഗാന്ധിജി പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഈ പോയിന്റുകൾ എൻ്റെ മക്കൾ പഠിച്ചു വെക്കണം. പേജ് നമ്പർ 102 103 കാണാൻ പറ്റും. 104 പേജിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പേജ് നമ്പർ 104 മലയാളത്തിലും 105 ഇംഗ്ലീഷ് മീഡിയത്തിലും നിങ്ങൾക്ക് കാണാം, എഴുതാൻ കാണാം. ഈ രീതിയിലെ പട്ടിക ഇത് പഠിച്ചു വെക്കണം. എന്തൊക്കെയാണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റിൽ ഗാന്ധിജി പറഞ്ഞ സവിശേഷതകൾ? ഒന്ന്, വക്കീലന്മാർ കോടതികൾ ബഹിഷ്കരിക്കുക, വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക, തെരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക, ബ്രിട്ടീഷ് ഭരണം തിരികെ നൽകുക, നികുതി നൽകാതിരിക്കുക, വിദ്യാലയങ്ങളിൽ ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക, വിദ്യാർത്ഥികൾ. മനസ്സിലായല്ലോ? ഈ പോയിന്റ് ഈ രീതിയിലേക്ക് എൻ്റെ മക്കളെ പഠിക്കാൻ ശ്രമിക്കാം. അപ്പോൾ കുറച്ചുകൂടി സിമ്പിളായിട്ട് മാറും. ഈ പോയിന്റ് ഇങ്ങനെ പഠിക്കുന്നതൊക്കെ എന്ത് ചെയ്യുക, കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഷാൾ ബൈക്കോട്ട് ചെയ്യാൻ പറയുന്നത് ആരുടെയൊക്കെ, സ്റ്റുഡൻസിനോട്, ലോയേഴ്സിനോട്, പബ്ലിക്കിനോട്. സ്റ്റുഡൻസിനാണെന്ന് പറഞ്ഞത് സ്റ്റുഡൻറ് ഷാൾ ബൈക്കോട്ട് ഇംഗ്ലീഷ് സ്കൂൾ. ഓക്കെ, ലോയേഴ്സിനോട് എന്താണ്, ലോയേഴ്സ് ഷാൾ ബൈക്കോട്ട് എന്താണ്, കോഡ്സ്. പബ്ലിക്കിനോട് എന്താ പറയുന്നത്, പബ്ലിക് ഷാൾ ബൈക്കോട്ട് എന്താണ്, ഫോറിൻ പ്രൊഡക്ട്സ്. മാത്രമല്ല ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ട്, ഡിനയൽ ടാക്സസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവാർഡ്സ് ഒക്കെ എന്ത്, റിട്ടേണിങ് അവാർഡ്സ് ആൻഡ് പ്രൈസസ് ഇതൊക്കെ റിട്ടേൺ ചെയ്യാൻ ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലേക്ക് എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് കാൽക്കുലേറ്റ് അല്ലെങ്കിൽ ഈ രീതിയിലേക്ക് ഒന്ന് ഷോർട്ട് ആക്കി വെക്കുക. അപ്പോൾ കുറച്ചും കൂടി മോർ ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാൻ പറ്റും. ഇനി അതേപോലെ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്, മറ്റേ നിസ്സഹകരണ സമരത്തിലാണെങ്കിൽ സിവിൽ ഡിസൊബീഡിയൻസ് ഗാന്ധിജി മുന്നോട്ട് വെച്ച മൂവ്മെൻറ്റ്സ് ആണ്. സിവിൽ ഡിസൊബീഡിയൻസിൽ ഗാന്ധിജി മുന്നോട്ട് വെച്ച ഇതാണ്. ഇതെൻ്റെ മക്കൾ പഠിച്ചു വെക്കണം. ഇത് കണ്ടല്ലോ, ഇത്രയും പോയിന്റ്സ് ഉണ്ട്. ഈ പോയിന്റ്സിൽ 5 പോയിന്റ്സ് എൻ്റെ മക്കളെ മൈൻഡിലേക്ക് എന്ത് ചെയ്യണം, നിൽക്കണം. മനസ്സിലാക്കില്ലേ? ഇത് ഗാന്ധിജി പറഞ്ഞത് എന്താ അറിയോ, മറ്റൊരു ഗാന്ധിജി ജനങ്ങളോട് പറഞ്ഞെങ്കിൽ ഇത് ബ്രിട്ടീഷുകാരോട് ഗാന്ധിജി പറഞ്ഞതാ.
ഈ സവിശേഷത ബ്രിട്ടീഷുകാരോട് പറഞ്ഞതാ. ബ്രിട്ടീഷുകാർ ഉപ്പ് നികുതി എടുത്തു കളയാൻ പറഞ്ഞു, കർഷകർക്ക് 50% നികുതി ഇളവ് നൽകാൻ പറഞ്ഞു. നികുതിയിൽ 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നികുതിയിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പോയിന്റ് എങ്ങനെ പഠിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പോയിന്റ് പഠിക്കാനുള്ള ഷോർട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇന്ന് നൈറ്റ് ഞാൻ മാറ്റില്ല, ഇന്ന് നൈറ്റിൽ 7 മണിൻ്റെ ലൈവൊക്കെ വാ, 7 മണിക്കല്ല 8 മണിക്കാട്ടോ, സോറി മക്കളെ, 8 മണിക്കാണ് ലൈവ് ഉണ്ടാ, 8 മണിക്ക് ലൈവ് സോഷ്യൽ തുടങ്ങും. ആ 8 മണി ലൈവൊക്കെ വാ, ഞാൻ ഇത് ഷോർട്ടാക്കിയുള്ള കാര്യം അവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, സെറ്റല്ലേ, റെഡി അല്ലേ? ഇനി അതിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആൾട്ടർനേറ്റീവ് പാർട്സ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം 1, 2, 3, 4, 5, 6, 7, 8 പേജുകളോളം പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ആൾട്ടർനേറ്റീവ് പാർട്സ്. വേറിട്ട വഴികൾ ഒരുപാട് പാർട്ടികളുടെ പേര് പഠിക്കാനുണ്ട്, പക്ഷെ അത്ര ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ആ പാർട്ടികൾ ഞാൻ ഇതേപോലെ ആക്കിയിട്ടുണ്ട്, ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. ഒരു പാർട്ടിയാണ് 1923 തുടങ്ങിയ പാർട്ടി. ഒന്ന് മക്കൾ കമൻറ്റ് ചെയ്യാൻ പറ്റുക, പാർട്ടിയുടെ പേര് സ്വരാജ് പാർട്ടിയാണ്. നേതാക്കന്മാരാണ് മോത്തിലാൽ നെഹ്റു, സിയാർ ദാസ്. മോത്തിലാൽ നെഹ്റു എന്ന് പറഞ്ഞ വ്യക്തി നിങ്ങൾക്ക് അറിയാലോ. മോത്തിലാൽ നെഹ്റു ആരുടെ അച്ഛനെ അറിയോ? ഒന്ന് കമൻറ്റ് ചെയ്യാൻ കേട്ടോ മക്കൾ, ഞാൻ വെറുതെ ചോദിച്ചാണ്, എൻ്റെ മക്കളൊന്ന് കമൻറ്റ് ചെയ്യാൻ നോക്കാം. പിന്നെ 1928 ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. ഈ പാർട്ടിയെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ വിളിക്കാം, HSRI, ഹിന്ദുസ്ഥാൻ സോഷ്യൽ റിപ്പബ്ലിക് അസോസിയേഷൻ പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. നേതാക്കന്മാരാണ് ഭഗത് സിംഗ് ഉണ്ട്, ചന്ദ്രശേഖർ ആസാദ് ഉണ്ട്, രാജ്ഗുരു ഉണ്ട്, സുഖ്ദേവ്. ഈ പാർട്ടിക്ക് ഉണ്ടായിരുന്ന ആർമിൻ്റെ പേരാണ് IRA എന്ന് പറഞ്ഞ തെറ്റാണ്, RA ആണ് കേട്ടോ, RA ആണ്. റിപ്പബ്ലിക്കൻ ആർമിയാണെന്ന് ഈ എൻ്റെ മക്കളെ മൈൻഡിലേക്ക് എന്ത് ചെയ്യാൻ കൊണ്ടുവരിക, റിപ്പബ്ലിക്കൻ ആർമി ആണെന്ന് ഈ എൻ്റെ മക്കളെ മൈൻഡിലേക്ക് കൊണ്ടുവരാം കേട്ടോ. മറ്റേ സൂര്യസേനയുടെ ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമിയാണ്. ഈ 1934 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയത് JP നാരായണനും അരുണ ഫസഫലി. പിന്നെയുള്ള പാർട്ടിയാണ് ഫോർവേഡ് ബ്ലോക്ക്, സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഇന്ത്യൻ നാഷണൽ ആർമിയാണ് ഈ പാർട്ടിൻ്റെ സ്വന്തമായിട്ടുള്ള ആർമി എന്ന് പറഞ്ഞാൽ. ഈ ആർമിയിൽ ചാൻസി റെജിമെന്റിലെ ക്യാപ്റ്റൻ ആയിരുന്നു ക്യാപ്റ്റൻ ലക്ഷ്മി കൂടി എന്ത് ചെയ്യുക എന്ന് മനസ്സിലാക്കി വെക്കാം. പിന്നെയാണ് 1920 IITUC, ആൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് എന്ന പാർട്ടി ഉണ്ടാക്കിയത്. നേതാക്കന്മാരാണ് NM ജോഷിയും ലാലാ ലജ്പത് റായും എന്ന് മനസ്സിലാക്കി വെക്കാം. 6ാമതാണ് അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ്, ഓൾ ഇന്ത്യ കിസാൻ കോൺഗ്രസ്, NG രംഗണ്ണനാണ്, രംഗയാണ് എന്ത് ഇതിൻ്റെ ആൾക്കാർ. അപ്പോൾ ഈ 6 എണ്ണെങ്കിലും എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെക്കണം. നിങ്ങൾ എക്സാം ചോദിക്കാറുണ്ട്. ഇതിൽ ഫോർവേഡ് ബ്ലോക്കിന് ഇത് തന്നെ മാത്രം ഒരു ചോദ്യം വരാൻ ചാൻസ് കൂടുതലാണ്. ചിലപ്പോൾ ഈ പ്രാവശ്യത്തെ എക്സാം എൻ്റെ മക്കൾ കാണാൻ ചാൻസ് ഉണ്ട്. എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് സുഭാഷ് ചന്ദ്രബോസ് ഇൻ ദ ഫ്രീഡം സ്ട്രഗിൾ എന്ന് ചോദിക്കാം. ചോദിച്ചാൽ മക്കൾ തെറ്റെടുത്തിട്ടോ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ പങ്ക് വിശദമാക്കുക. അത് ഫോംഡ് പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കിയത്, ഫോർവേഡ് ബ്ലോക്ക് എന്ന പാർട്ടി ഉണ്ടാക്കി, ടുക്ക് ചാർജ് ഇൻ ഇന്ത്യൻ നാഷണൽ ആർമി. അതേപോലെ എന്ത് ചെയ്തു, രാജ് ബിഹാരി ബോസിനാക്കി ഇന്ത്യൻ നാഷണൽ ആർമിനെ ചുമതല ഏറ്റെടുത്തു. ഈ ഫോംഡ് പ്രൊവിഷണൽ ഗവർണർ ഫ്രീ ഇന്ത്യ ഇൻ സിംഗപ്പൂരിൽ എന്ത് ചെയ്തു, താൽക്കാലിക ഗവൺമെന്റ് രൂപീകരിച്ചു. വിത്തിൻ ദ സപ്പോർട്ട് ദ ജാപ്പനീസ് ആർമി ഇൻ ഇന്ത്യൻ നാഷണൽ ആർമി മാർച്ച് ദ ഈസ്റ്റ് വെസ്റ്റ് ബോർഡർ ഇന്ത്യ ഹോസ്റ്റഡ് ദ ഇന്ത്യൻ ഫ്ലാഗ് ഇൻ ഇംഫാൽ. ഇതുപോലെ ജപ്പാൻ ആർമിയുടെ സഹായത്തോടെ എന്ത് ചെയ്തു, വടക്കൻ ഇന്ത്യയിൽ എന്ത് ചെയ്തു, പതാക എന്ത് ചെയ്തിട്ടുണ്ട്, ഉയർത്തിയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കി വെക്കാം. ഇനി അടുത്തതാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ എൻ്റെ മക്കൾക്ക് കൃത്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിൽ എന്തായാലും എൻ്റെ മക്കൾ ഉറപ്പിച്ചോ, നാളത്തെ എക്സാമിനേഷൻ നിങ്ങൾക്ക് കാണാൻ പോകുന്ന മാർച്ച് 20-ാം തീയതി നടക്കാൻ പോകുന്ന എക്സാമിന് നിങ്ങൾക്ക് കാണാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഇന്ത്യൻ സിവിൽ സർവീസിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. മക്കളെ, ഇന്ത്യൻ സിവിൽ സർവീസിന് പഠിക്കാൻ സമയത്ത് ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കണം. പക്ഷേ ഇതിനേക്കാൾ നല്ലത് ഞാൻ ഈ രീതിയിലേക്കൊന്ന് മാറ്റുകയാണ്. നോക്കിയോ കേട്ടോ, 3 സർവീസുകളാണ് പ്രധാനമായിട്ടും തിരഞ്ഞെടുക്കാനുള്ളത്. ഒന്ന് ഓൾ ഇന്ത്യ സർവീസ്, അഖിലേന്ത്യാ സർവീസ് എന്ന് പറയും. സെൻട്രൽ സർവീസ്, കേന്ദ്ര സർവീസ് എന്ന് പറയും. സ്റ്റേറ്റ് സർവീസ്, സംസ്ഥാന സർവീസ് എന്ന് പറയും. ഇതിൽ തന്നെ തിരഞ്ഞെടുക്കുന്നത് നോക്കിക്കോളി, ഓൾ ഇന്ത്യ സർവീസിൽ നാഷണൽ ലെവലാണ്. എൻ്റെ മക്കൾ മനസ്സിലാക്കിയോ കേട്ടോ, ഓൾ ഇന്ത്യയിൽ നാഷണൽ ലെവലാണ്. നാഷണൽ ലെവൽ എന്തെങ്കിലും തിരഞ്ഞെടുക്കും. ബട്ട് ദ സെൻട്രൽ സർവീസും നാഷണൽ ലെവൽ തന്നെയാണ്. ബട്ട് നാഷണൽ ലെവൽ തന്നെയാണ്. ബട്ട് ഏതാണ് സ്റ്റേറ്റ് ലെവൽ, സ്റ്റേറ്റ് ലെവൽ ഏത് ലെവൽ തന്നെയാണ്, സ്റ്റേറ്റ് ലെവൽ തന്നെയാണ് മനസ്സിലാക്കി വെക്കാം. സ്റ്റേറ്റ് സർവീസിൽ സ്റ്റേറ്റ് ലെവൽ തന്നെയാണ് മനസ്സിലാക്കി വെക്കാം. അപ്പോയിൻമെന്റ് ചെയ്യാൻ നോക്കിയോ കേട്ടോ, ഓൾ ഇന്ത്യ സർവീസിൽ അപ്പോയിൻമെന്റ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് സർവീസ് ആയിരിക്കും. എന്ത് ചെയ്യുക, അപ്പോയിൻമെന്റ് ചെയ്യല്. ബട്ട് ഇത് ഓൾസോ സെൻട്രൽ സർവീസ് ഓർ സ്റ്റേറ്റ് സർവീസ് നെയ്ത തെറ്റാണ്. സെൻട്രൽ സർവീസിലെ ആൾക്കാർ തിരഞ്ഞെടുക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഓൺലി ആണ്. എൻ്റെ മക്കൾ മനസ്സിലാക്കി വെക്കുക. ഇതാണെങ്കിലോ സ്റ്റേറ്റ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഓൺലി എന്ന് എന്ത് ചെയ്യുക, എൻ്റെ മക്കൾ മനസ്സിലാക്കി വെക്കുക. സ്റ്റേറ്റ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഓൺലി എന്ന് മനസ്സിലാക്കിയ കണ്ടല്ലോ. ഇവിടെ കണ്ടില്ല, അപ്പോയിൻമെന്റ് ഇൻ സെൻട്രൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഓൺലി. കേന്ദ്ര ഗവൺമെന്റിന്റെ മാത്രം അധികാരമുള്ള പ്രദേശത്ത് സംസ്ഥാന ഗവൺമെന്റ് കീഴിൽ മാത്രമുള്ള സ്റ്റേറ്റ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഓൺലി എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കാം. എക്സാമ്പിൾസ് ഒന്ന് പഠിച്ചു വെക്കാം. ഇതിന് എക്സാമ്പിൾസ് ആണ് IAS ഉണ്ടാവും, IPS ഉണ്ടാവും. ഇതിന് എക്സാമ്പിൾസ് ആണ് IFS ഉണ്ടാവും, IRS ഉണ്ടാവും. ഇതിന് എക്സാമ്പിൾസ് ആണ് സെയിൽ ടാക്സ് ഓഫീസർ അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഓഫീസർ എന്നൊക്കെ പറയാം. ഇത് ഓൾസോ ഇതിന് കീഴിൽ വരുന്നതാണ്. ഈ IASനെയും IFSനൊക്കെ എക്സാം നടത്തുന്ന ആൾക്കാരുടെ പേരാണ് UPSC. ഇവർക്ക് എക്സാം നടത്തുന്നതാണ് PSC. UPSCയിലെ ആൾക്കാർ തിരഞ്ഞെടുക്കൽ പ്രസിഡൻ്റാണ്. ബട്ട് PSCയിലെ ആൾക്കാർ തിരഞ്ഞെടുക്കൽ ഗവർണറാണ്.
ഗവർണറാണ്. UPSCയെയും PSCയെയും നമ്മൾ വിളിക്കുക എന്താ അറിയോ, ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കും, ഭരണഘടനാ സ്ഥാപനം എന്ന് വിളിക്കും കേട്ടോ. കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അഥവാ ഭരണഘടന ഉണ്ടാക്കുന്നേക്കാൾ മുന്നുണ്ടാക്കിയ സ്ഥാപനമാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഭരണഘടനാ സ്ഥാപനം കൂടി എന്ത് ചെയ്യാറുണ്ട്, വിളിക്കാറുണ്ടെന്ന് എന്ത് ചെയ്യുക എൻ്റെ മക്കളൊന്ന് ജസ്റ്റ് എന്ത് ചെയ്യാൻ മനസ്സിലാക്കി വെക്കാം. സോ ഇത്രയും പോയിന്റുകൾ എൻ്റെ മക്കൾ കണക്ട് ആണല്ലോ, ഇതെൻ്റെ മക്കൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് ഈ പ്രാവശ്യം എക്സാം ചോദിക്കാൻ പോകുന്നു, അതല്ലെങ്കിൽ എൻ്റെ മക്കൾ ചോദിക്കാൻ ചാൻസിലാണ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ്. ഒരുപാട് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ഉണ്ട്. അഥവാ നിങ്ങൾക്ക് തന്നെ അറിയാം, ഓരോ ഇതാണ് അറിയാം. ഇൻഫർമേഷൻ കമ്മീഷൻ ഉണ്ട്, സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ഉണ്ട്, ഓംബുഡ്സ്മാൻ ഉണ്ട്, ലോക്യുക്ത ഉണ്ട്. ഇതിൽ എന്ത് ചോദിച്ചോട്ടെ നിങ്ങൾ ഇത് പഠിച്ചാൽ മതി. അപ്പോൾ ഇതെങ്ങനെ പഠിക്കും, ഇതെങ്ങനെയാണ് കണക്ട് ചെയ്ത് തരിക, അത് കണക്ട് ചെയ്യാനും അത് എങ്ങനെ എഴുതേണ്ട ഒരു മെത്തേഡ് ഉണ്ട്. ഈ രീതിയിൽ എഴുതി വെച്ചാൽ മതി. മക്കളെ മറക്കണ്ട, 8 മണിക്ക് ലൈവ് തുടങ്ങും. ആ ലൈവിലേക്ക് വാ, ഞാൻ സെറ്റാക്കിയിടാമെന്ന് പറഞ്ഞുതരാം. പിന്നെ അറിയാം, ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ ഉറപ്പിച്ചോളി. എനിക്ക് തോന്നുന്നു റഷ്യൻ റവല്യൂഷൻ ആയിരിക്കും. ഒരു കാര്യം പറഞ്ഞുതരാം, ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ essay ആയിരിക്കും 6 മാർക്കിന് വരിക. ഈ പ്രാവശ്യത്തെ എക്സാമിനേഷൻ നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്ന മോഡൽ എക്സാം ചോദിക്കാൻ പോകുന്നത് റഷ്യൻ റവല്യൂഷൻ ആയിരിക്കാം. അതല്ലെങ്കിൽ ഫ്രഞ്ച് വരാൻ ചാൻസ് ഉണ്ട്. മക്കളെ പഠിച്ചു വെച്ചോ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ. അത് എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരിക, അതിലെങ്ങനെയൊക്കെയാണ് വരിക എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിൽ എന്ത് ചെയ്യാം, നമുക്ക് ചർച്ച ചെയ്യാം. സോ മറക്കണ്ട, ഇന്ന് 8 മണിക്ക് ലൈവ് തുടങ്ങുന്നുണ്ട്. എല്ലാ മക്കളും അങ്ങോട്ടേക്ക് പോവാ, അടിപൊളിയാക്കി മാറ്റുക. മാത്രമല്ല എൻ്റെ മക്കൾക്ക് പറയാനുള്ളത്, ഇതിൽ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ആ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ ഏറ്റവും ഷോർട്ട് ആക്കിയിട്ട് നിങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത്രത്തോളം ക്വസ്റ്റ്യൻസ് എൻ്റെ മക്കൾ പഠിച്ചേച്ച് വെക്കുക. എന്തായാലും ഈ ചോദ്യങ്ങളൊക്കെ വരും 100%. അമീൻ സർ വെറുതെ പറയല്ല. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കൾ കമൻറ്റ് ചെയ്യുക. ഇതേപോലെ ഏതൊക്കെ ചാപ്റ്റർ വേണം പറഞ്ഞാലും അത് ഞാൻ എന്ത് ചെയ്യുക, സെറ്റപ്പ് ആക്കി തരാം. ഓരോ ചാപ്റ്ററും നമ്മൾ പബ്ലിക് എക്സാമിന് മുന്നേ പോകുമ്പോൾ ഇതേപോലെ ഷോർട്ടുകളാക്കിയിട്ട് നമുക്ക് പഠിക്കണം. എല്ലാം നിങ്ങൾ സപ്പോർട്ടോടെ ഉണ്ടാവുള്ളൂ. സോ അതുകൊണ്ട് എല്ലാ മക്കളും എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. മാത്രമല്ല ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക, അവരൊക്കെ പഠിക്കട്ടെ, അവരൊക്കെ സെറ്റപ്പ് ആക്കട്ടെ. വെറും 22 മിനിറ്റ് കൊണ്ട് ഒരു ചാപ്റ്ററിൽ അല്ലെങ്കിൽ എല്ലാ ചാപ്റ്ററിലും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസ് ഒക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് എല്ലാം മാറ്റണം, അടിപൊളിയാക്കണം, സെറ്റപ്പ് ആക്കണം. ഓൾ ദ ബെസ്റ്റ് ഗൈസ്. നമ്മൾ നേടും ഫുൾ A+.